കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടി വിമർശിച്ച് മെഡിക്കൽ കോളേജിലെ അധ്യാപക സംഘടന രംഗത്ത് വന്നു. 6-ാം വിരൽ നീക്കം ചെയ്യേണ്ട ശസ്ത്രക്രിയക്കെത്തിയ കുട്ടിക്ക് നാക്കിന് അടിയിൽ കെട്ട് ശ്രദ്ധയിൽപ്പെടുകയും അത് നീക്കം ചെയ്യുകയുമായിരുന്നു. കൃത്യമായ അന്വേഷണം നടത്താതെ സസ്പെൻഡ് ചെയ്ത നടപടി നിർഭാഗ്യകരമെന്നാണ് KGMCTA പറയുന്നത്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. അലക്സ് റാം, എന്താണ് അവരുടെ വിശദീകരണം? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ 4 വയസ്സുകാരി, അതായത് 6-ാം വിരൽ നീക്കം ചെയ്യുന്നതിന് ഉള്ള ശസ്ത്രക്രിയക്കെത്തിയ 4 വയസ്സുകാരിയുടെ നാവിൽ ശസ്ത്രക്രിയ ചെയ്തതുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസനെ അന്വേഷണ വിധേയമായി ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷമാണ് ഈ നടപടി എടുത്തിട്ടുള്ളത്. ആ നടപടിയെ വിമർശിച്ചാണ് ഇപ്പോൾ KGMCT, അതായത് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷനാണ്, അത് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരുടെ സംഘടനയാണ്. ആ സംഘടന ആ നടപടിയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പറയുന്ന വിശദീകരണം ഇങ്ങനെയാണ്: 6-ാം വിരൽ നീക്കം ചെയ്യേണ്ട ശസ്ത്രക്രിയക്കെത്തിയ കുട്ടിക്ക് നാക്കിനടിയിൽ കെട്ട് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. അതിനെ തുടർന്ന് അത് നീക്കം ചെയ്യുകയായിരുന്നു ഡോക്ടർ. നാവിലെ കെട്ട് അഴിച്ചു കൊടുക്കാതിരുന്നാൽ ഭാവിയിൽ അത് സംസാര വൈകല്യത്തിന് കാരണമാകും എന്നാണ് ആ വിശദീകരണ കുറിപ്പിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ പ്രഥമ പരിഗണന അതിനു നൽകി കുട്ടി ആ ശസ്ത്രക്രിയക്ക് പോസ്റ്റ് ചെയ്തതും ആ നാവിനടിയിലെ കെട്ട് മാറ്റുന്ന ശസ്ത്രക്രിയ നടത്തിയതും എന്നാണ് ആ വിശദീകരണ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടിയുടെ മാതാപിതാക്കൾ ഇക്കാര്യം പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നും ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരമാണ് അന്ന് തന്നെ കൈവിരലിലെ ശസ്ത്രക്രിയ, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യണമെന്ന് മാതാപിതാക്കൾ നിർബന്ധം പിടിച്ചു. തുടർന്നാണ് കൈവിരലിലെ ശസ്ത്രക്രിയയും ചെയ്തതെന്ന് ആ കുറിപ്പിൽ പറയുന്നുണ്ട്. വിശദീകരണം: ഈ അറ്റം മുറിച്ചു, അതായത് നാവിന്റെ അറ്റം മുറിച്ചു എന്ന രീതിയിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്നാണ് KGMCTA പറയുന്നത്. വസ്തുതകൾ അന്വേഷിക്കാതെയും കൃത്യമായ അന്വേഷണം നടത്താതെയും ധൃതി പിടിച്ച് നടത്തിയ സസ്പെൻഷൻ അത് നിർഭാഗ്യകരമാണ് എന്നാണ് അവർ പറയുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിലും സ്തുത്യർഹമായ സേവനം നൽകുന്ന മെഡിക്കൽ കോളേജ് ടീച്ചർമാരുടെ ആത്മവീര്യം തകർക്കുന്ന ഈ നടപടി എന്നാണ് ഇവർ വിമർശിക്കുന്നത്. അത് മാത്രമല്ല, ഒട്ടനവധി രോഗികൾ ആശ്രയിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലൊരു സ്ഥാപനത്തിന് കളങ്കം സൃഷ്ടിക്കുന്ന പ്രചാരണങ്ങളിൽ നിന്നും മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും KGMCTA ഈ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. എന്തായാലും ഈ കാര്യത്തിൽ വിദഗ്ധരായ ഡോക്ടേഴ്സ് അഭിപ്രായം പറയട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു.